Meet the editors. EP ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനുമെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തല. ഇപിയും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്നും കേരളത്തിൽ BJP അക്കൗണ്ട് തുറപ്പിക്കാനാണ് ജയരാജന്റെ ശ്രമമെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ EP ജയരാജനുമായി ബിസിനസ് ബന്ധമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് EP തന്നെ മറുപടി പറയുമെന്ന് MV ഗോവിന്ദനും മറുപടി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരുമായി ബിസിനസ് ബന്ധമുള്ള EP ജയരാജൻ ഇപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടി അദ്ദേഹം വോട്ട് പിടിക്കുകയാണ്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറപ്പിക്കാൻ LDF കൺവീനറും LDFും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിലൂടെ വ്യക്തമാകുന്ന കാര്യം. എൻ്റെ ഒരു ബിസിനസ് പങ്കാളിത്തോ റിലേഷൻഷിപ്പ് ആരുടെ കൂടെ ഇല്ല. അത് പിണറായി വിജയൻ്റെ കൂടെ ഇല്ല, ശശി തരൂരിൻ്റെ കൂടെ ഇല്ല, രാഹുൽ ഗാന്ധിൻ്റെ കൂടെ ഇല്ല, EP ജയരാജൻ്റെ കൂടെ ഇല്ല. UDFും അതുപോലെ തന്നെ LDFും തമ്മിലാണ് ശരിയായ മനസ്സിലാക്കി. അത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിച്ചതാണ്. അതായത് BJPക്കാരായിട്ട് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയായി ആവാനാണ് പല സ്ഥലത്തും അങ്ങനെയാണ് ആകുക എന്ന് ജയരാജൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. CPM BJP അന്തർധാരയോ എന്നാണ് ചോദ്യം. നമുക്ക് ആകെ 9 മിനിറ്റാണുള്ളത്. 3 മിനിറ്റ് വീതമെടുത്ത് അവസാനിപ്പിക്കാം. ഇത് LDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് EP പറഞ്ഞതിൽ നിന്നാണ് ഈ വിഷയം തുടങ്ങുന്നത്. കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നറേറ്റീവ് LDF ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വരുന്നേ എന്നായിരുന്നു LDF വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ BJP വരുന്നേ എന്ന് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും BJPയെ എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു. രാഹുൽ ഗാന്ധി ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കേരള സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് പോയി പ്രധാനമന്ത്രിയാകട്ടെ എന്ന് കരുതി ജനങ്ങൾ UDFന് വോട്ട് ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ആഖ്യാനം എന്ന് പറയുന്നത് BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനല്ല സാധിക്കുക, പാർലമെൻറ്റിൽ അതിന് ഇടതുപക്ഷ ബ്ലോക്ക് ശക്തമാകണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ BJPക്കെതിരായ ഒരു സുപ്രധാന ഘടകം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാണ് സാധിക്കുക എന്നും അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായും കാണേണ്ടതാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ നിലയിൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുമെന്നുള്ള പ്രചരണം നടന്നു. വലിയ നേതാക്കളൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്മൃതി ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഈ ശ്രീധരൻ അടക്കമുള്ള ജേക്കബ് തോമസ് അടക്കമുള്ള വലിയ ടെക്നോക്രാറ്റുകളും ബ്യൂറോക്രാറ്റുകളും ഒക്കെ തന്നെയും BJPയിൽ പോയതിൻ്റെ അത്രയൊന്നും വലിയ നേതാക്കന്മാരൊന്നും ഇത്തവണ പോയിട്ടില്ല. പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ഒരു പേരാണ് അല്ലേ, K കരുണാകരൻ്റെ മകൾ എന്നുള്ള പേര്. പിന്നെ ഒരു VD സതീശനെ കിട്ടാത്തതുകൊണ്ടാണോ മറ്റൊരു തമ്പാനൂർ സതീശനെ പിടിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, ഒരേ പേരുകാരായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു തമ്പാനൂർ സതീഷ് പോയി. അങ്ങനെ വളരെ കുറച്ച് സ്റ്റേച്ചറുള്ള ആളുകൾ മാത്രമാണ് ഇത്തവണ പോയിരിക്കുന്നത്. പക്ഷേ അതല്ല BJP ഇവിടെ പ്രചരിപ്പിച്ചത്. BJP ഇവിടെ വലിയ നിലയിൽ ഞങ്ങളുടെ കൂടെ ഇനിയും കൂടുതൽ ആളുകൾ വരുന്നു, 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് BJP ഈ പറയുന്ന പ്രചരണം നടത്തിയത്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ആ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയുന്ന ഔന്നത്യമുള്ള ആളുകൾ BJPയിലേക്ക് പോകുമെന്നുള്ള ആ ഘട്ടത്തിലാണ് EP ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മത്സരം ഈ നിലയിലായി പോവുക. കാരണം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോയാലുണ്ടാകാവുന്ന പ്രത്യാഘാതം അതായേക്കാം എന്നുള്ള അനുമാനത്തിലായിരിക്കണം ഒരുപക്ഷെ EP ജയരാജൻ അങ്ങനെ പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയും അത് ക്ലാരിഫൈ ചെയ്തു. ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. UDFും LDFും തന്നെയാണ് മത്സരം. അതിനകത്ത് യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ഒരു ആഖ്യാനം EP ജയരാജൻ നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അന്തർധാരയോ എന്ന ചോദ്യത്തിന് അങ്ങനെ CPM BJP അന്തർധാരയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതേസമയം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ LDF കൺവീനറായ EP ജയരാജൻ പറയേണ്ടതാണോ പറഞ്ഞത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം, പറഞ്ഞ വാചകങ്ങളുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കാരണം LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് അദ്ദേഹം ഒരു മുഖ്യധാര മാധ്യമത്തിന് തന്നെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും 2ാം സ്ഥാനത്ത് 6 മണ്ഡലങ്ങളെങ്കിലും വരും എന്ന
എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നല്ല മത്സരം അവിടെ BJP 2ാം സ്ഥാനത്ത് വരുമെന്നാണ് അദ്ദേഹം ആ മണ്ഡലങ്ങളടക്കം എടുത്തു പറയുകയാണ്. അപ്പോൾ അതിനെ മുഖ്യമന്ത്രി തള്ളി, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ തള്ളി. അപ്പോഴും അങ്ങനെ ഒരു പ്രതികരണം എന്തിനാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് BJPയും കോൺഗ്രസും തമ്മിൽ ആണ് മത്സരം എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ്. അത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. അത് പിന്നീട് അങ്ങനെയല്ല എന്ന് ഫലം വന്നപ്പോൾ വ്യക്തമായതാണ്. TN പ്രതാപനും പറഞ്ഞു. അതെ. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെളിഞ്ഞതാണ്. അന്ന് CPM ആണ് ആ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നത്. ഇപ്പോൾ EP ഈ പ്രതികരണം നടത്തുന്നു. അത് മാത്രമല്ല, ഇതിൽ NDA കൺവീനറാണോ LDF കൺവീനറാണോ എന്നുള്ള പരിഹാസമാണ് ഇതിൽ VD സതീശൻ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധം എന്നൊക്കെയുള്ള ആരോപണം വരുന്നത്. ആ വാർത്ത നമ്മളാണല്ലോ അന്ന് ബ്രേക്ക് ചെയ്തിരുന്നത്. അപ്പോൾ റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP-യുടെ ഭാര്യയ്ക്ക് ഷെയറുള്ള റിസോർട്ട് അത് വാങ്ങുന്നത് ചന്ദ്രശേഖറുമായി ശരി, അത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഇല്ല എന്ന് അദ്ദേഹം ഇന്ന് നിഷേധിക്കുന്നു. പക്ഷേ EP പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. അത് കൂടാതെ വേറെയുമുണ്ടല്ലോ. ഇപ്പോൾ CPM-ലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ആരെയാണ് ഇടനിലക്കാരനായി ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വിഷയം നിൽക്കുന്നു. ആ ഇടനിലക്കാരൻ പല നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ CPM-ന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി നൽകാൻ സ്വാഭാവികമായി EP തന്നെ ഈ ഇടനിലക്കാരനുമായി ഏതൊക്കെ രൂപത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ EP ഈ കാര്യത്തിൽ ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഉത്തരവാദിത്വത്തോടു കൂടിയാണോ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് EP-യോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മറുപടി പറയാൻ പോലും പാർട്ടി സെക്രട്ടറിക്ക് താല്പര്യമില്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തള്ളിക്കളഞ്ഞ നിലപാടുകൾ ഇവിടുത്തെ LDF കൺവീനർ എടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. ഈ ദല്ലാൾ നന്ദകുമാറുമായി എന്താണ് EP-ക്ക് ബന്ധം എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാൻ ദല്ലാൾ നന്ദകുമാർ എന്ന ഇടനിലക്കാരനെ എന്തിനാണ് പാർട്ടിക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം? അങ്ങനെ ഒരു ആവശ്യം ഈ പാർട്ടിക്കുണ്ടോ? അത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥയുണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസും പ്രതിരോധത്തിലാകുന്നുണ്ട്. ദീപ്തിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ CPM-നാണ് വോട്ട് ചെയ്തത്, ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്ന് തെളിയിക്കുന്ന VVPAT രസീത് തൻ്റെ കയ്യിലുണ്ട് എന്ന് നന്ദകുമാർ പറയുകയാണ്. ദീപ്തിയുടെ രസീത് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. അത് ഇല്ല എന്ന് ദീപ്തി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ തെളിവുകളൊക്കെ നാളെ പുറത്തു വരുമോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വാദപ്രതിവാദങ്ങളിൽ അല്പം മോശമായ സമീപനമാണ് EP എടുത്തിട്ടുള്ളത്. അതിലൊരു വ്യക്തത വരുത്തേണ്ടത് EP-യുടെ ഉത്തരവാദിത്തമാണ്. സുജിയ, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ CPIM BJP അന്തർധാരയൊന്നുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം EP ജയരാജൻ്റെ പ്രസ്താവന അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് EP ജയരാജൻ തന്നെയാണ്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. പിന്നെ UDF-ഉം BJP-യും തമ്മിലാണ് അന്തർധാര എന്നാണ് പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണേണ്ടതുണ്ട്. പാർട്ടി സെക്രട്ടറി പറയുന്നു UDF-ഉം BJP-യുമായുള്ള അന്തർധാരയെക്കുറിച്ച്. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നു CPIM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്ന്. അന്തർധാരയുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകളാണല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കൃത്യമായി റിഫ്ലക്ട് ചെയ്യുകയും വേണം. പിന്നെ EP ജയരാജൻ BJP-യെക്കുറിച്ച് പറഞ്ഞത് അത് സത്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം പല മണ്ഡലങ്ങളിലും BJP-യുടെ വോട്ട് വിഹിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു വളർച്ച ആ പാർട്ടി കൈവരിക്കുമ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ VD സതീശനെ കിട്ടാത്തതുകൊണ്ട് തമ്പാനൂർ സതീശൻ എന്നല്ല, തമ്പാനൂർ സതീശൻ നല്ല നേതാവാണ്. VD സതീശനേക്കാൾ ഒരുപക്ഷെ പ്രയോജനപ്പെടും തിരുവനന്തപുരത്ത് എന്ന് കണ്ടിട്ടാകാം ആ പാർട്ടി തമ്പാനൂർ സതീശനെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തിയത്. ശശി തരൂരിൻ്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചയാളാണ് തമ്പാനൂർ സതീഷ്. VD സതീശൻ വരുന്നതിനേക്കാളും പ്രയോജനപ്പെടും. അല്ലെങ്കിൽ നാളെ സാക്ഷാൽ VD സതീശൻ തന്നെ വരുമെന്ന് ആ പാർട്ടി പ്രതീക്ഷിക്കുന്നുമുണ്ടാകാം. അപ്പോൾ ഇന്ന് കോൺഗ്രസ് നാളെ BJP എന്നുള്ള ആ ടാഗ് ലൈൻ കൃത്യമായി പ്രചാരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് BJP ആയാലും ഉപയോഗിക്കുന്നുണ്ട്, CPIM ആയാലും ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ അന്തർധാര ഇത് കുറേ കാലമായി കേൾക്കുന്നതാണ്. കോൺഗ്രസ് പറയും CPIM-ഉം BJP-യും തമ്മിലാണെന്ന്, CPIM പറയും UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ്, കോലീബിയാണ് തുടങ്ങിയ കാര്യങ്ങൾ. അത് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നതല്ലേ. ഇവിടുത്തെ പ്രധാന വിഷയം രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ
ചന്ദ്രശേഖർ എന്ന ഗുജറാത്തിൽ ജനിച്ച മലയാളി ആസ്തിയുള്ള ആളാണെന്ന് മലയാളികൾക്കറിയാം. ആസ്തിയുണ്ട്, ബിസിനസ്സുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, പല ഇടങ്ങളിലും നിക്ഷേപങ്ങളുണ്ട്. അതൊക്കെയുള്ള രാജീവ് ചന്ദ്രശേഖർ EP ജയരാജനുമായി ഒരു ബിസിനസ് പങ്കാളിത്തം കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അദ്ദേഹം തന്നെ അത് നിഷേധിച്ചല്ലോ, എനിക്ക് ബിസിനസ് ബന്ധങ്ങളില്ല, EP ജയരാജനുമായി എനിക്ക് ബിസിനസ് ബന്ധങ്ങളില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുമായോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായോ EP ജയരാജന് ഒരു വ്യവസായ ബന്ധമോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡീലിങ്സോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. അങ്ങനെ കരുതുന്നവരായി ആ രണ്ട് വ്യക്തികളെയും മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ വലിച്ചിടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഇതിലേക്ക് പിൻ പോയിന്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് ഒരു കാര്യവുമില്ല. CPIM BJP അന്തർധാര എന്ന് പറയുന്നത് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ രമേശ് ചെന്നിത്തല പറഞ്ഞു പോയതാകും. ശരി, EP തുടങ്ങി വെച്ചതാണ്. നേരത്തെ ഈ പിന്നെ ദലാൽ നന്ദകുമാറിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ ദലാൽ നന്ദകുമാറും EP ജയരാജനുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി കേട്ടിരുന്നു. അതും ഈ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ്. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ദലാൽ നന്ദകുമാർ നടത്തുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ EP ജയരാജൻ പോകുന്നു. അപ്പോൾ ദലാൽ നന്ദകുമാറിന്റെ അമ്മയെ ഷോൾ അണിയിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ കാലഘട്ടത്തിൽ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 2 കോൺഗ്രസ് നേതാക്കളോട് അന്ന് ദലാൽ നന്ദകുമാറാണ് സംസാരിച്ചതായി പറയുന്നത്. അന്ന് EP ജയരാജൻ അല്ല സംസാരിക്കുന്നത്. ഒന്ന് ദീപ്തി മേരി വർഗീസ്, 2 പത്മജ വേണുഗോപാൽ. പത്മജ പറഞ്ഞു എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ദീപ്തി VVPATന്റെ ഫോട്ടോ എടുത്ത് ദലാൽ നന്ദകുമാറിന് അയച്ചു കൊടുത്തുവെന്നും ദീപ്തി വെല്ലുവിളിക്കുകയാണെങ്കിൽ അത് പുറത്തുവിടാം എന്നുമാണ് പറയുന്നത്. നോക്കി, ഇവർ രണ്ടുപേരും ഓപ്പണായി ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ദല്ലാൾമാരും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഓപ്പണായി ഇരിക്കാത്ത ആളുകളുമായിട്ട് ദല്ലാൾ കോൺടാക്ട് ചെയ്യും. ദല്ലാൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നോക്ക്, ദല്ലാള് വാ പോയ കോടാലിയാണ്. ദല്ലാള് ഏതെങ്കിലും തരത്തില് ആരെങ്കിലും അത് സാധൂകരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇവിടെയുണ്ട്. സാധൂകരിക്കുന്ന കോൺഗ്രസ് ഇല്ല, ആ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇങ്ങനെ ഒരാളെ എന്തിന് CPM ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ EP ഉപയോഗിക്കുന്നു? EP പറഞ്ഞോ? EP പറയണ്ട. EP പറയണെന്ന് വെച്ചാൽ EPയുമായുള്ള ബന്ധം അടക്കം പുറത്തു. ഞാനും സ്മൃതി പരുത്തിക്കാടും കൂടെ ഒരു ഇടത്തിരുന്ന് സംസാരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് ഞാൻ ഉടനെ ദീപ്തി മേരി വർഗീസിനെ വിളിക്കുന്നു. ദീപ്തി മേരി വർഗീസ് ഓപ്പണായി ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഈ പറയുന്ന കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് ചില പ്രൂഫ് ദലാൽ നന്ദകുമാറിന് കൊടുക്കുന്നു. അതിനകത്ത് സ്മൃതിക്ക് എന്താ പങ്ക്? അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനോട് പറയുന്നു എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. ഇവരിങ്ങോട്ട് പറയല്ലേ? EP ജയരാജൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ സ്മൃതി ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. അല്ല മാഡം, അല്ല ഒറ്റ കാര്യം കൂടെ പറഞ്ഞ അവസാനിക്കും. EP ജയരാജൻ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ചാതുര്യത്തോടെ പല നീക്കങ്ങളും നടത്തിയെന്ന് വരും. ശരി, ആ രാഷ്ട്രീയ ചാതുര്യം ഒന്ന് വിശദീകരിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ആ ചാതുര്യം പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പാർട്ടി തന്നെ പറയുമ്പോൾ തീരുമാനിക്കുന്നത് മാത്രമല്ലല്ലോ കാര്യങ്ങൾ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ്. അത് ചെറിയ ഇലക്ഷൻ സമയമാണ്. നോക്കി, ഇത് സാധാരണ രാഷ്ട്രീയ LDF കൺവീനറാണ് ഒരു നേതാവ് അവിടെ ആ മണ്ഡലത്തിന്റെ അകത്ത് നിൽക്കുന്ന 2 വനിതാ നേതാക്കൾ, ഒരു വനിതാ നേതാവ് മത്സരിക്കുന്നു, മറ്റൊരു 2 വനിതാ നേതാക്കളെ. ശരി, ആ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്, ദീപ്തി പ്രതിരോധത്തിലാണ്. ദീപ്തിയും വിശദീകരിക്കണം. ഞാൻ പറയുന്നത് EP ഇക്കാര്യത്തിൽ BJP രണ്ടാമതെത്തും എന്ന് പറഞ്ഞ കാര്യത്തിൽ വിശദീകരണം സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും BJP CPM അന്തർധാര എന്തായാലും ഇല്ല. അക്കാര്യത്തിൽ നമ്മൾ 3 പേരും ഒരേ അഭിപ്രായമാണ്. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.